ഹരേ കൃഷ്ണ. കുംഭരാശിക്കാർക്ക് രാഹു കുംഭലഗ്നത്തിലും കേതു 7-ാം ഭാവത്തിലും പിന്നെ ശനി 3-ാം ഭാവത്തിലും അടുത്ത 1.5 വർഷത്തേക്ക് എന്തായിരിക്കും ഇവർക്ക് കിട്ടുവാൻ പോകുന്ന ഫലങ്ങൾ? വീഡിയോ കാണുക. കുംഭരാശിക്കാരെ, പേടിക്കാനൊന്നുമില്ല. നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മാത്രം മതി. രാഹു എന്ന് പറയുന്നത് ഒരു താമസിക് ഗ്രഹമാണ്. അപ്പോൾ രാഹു ലഗ്നത്തിൽ വരുമ്പോൾ, ലഗ്നത്തിൽ ഗോചരം ചെയ്യുമ്പോൾ നിങ്ങളും ഒരു താമസിക് ഒരു സ്വഭാവം ഉള്ളവരായി തീരുന്നു. താമസിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലേസി ആയിട്ടുള്ള മടിയന്മാരായിട്ട് പോകുന്നു. ഈ സമയം നിങ്ങൾക്ക് ഒരു ഭയം, ഭ്രമം ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. എന്തുകൊണ്ടെന്നാൽ രാഹുവാണ് അതിന് കാരണക്കാരൻ. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ ഡെയിലി റുട്ടീൻ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ഒരു ഡിസിപ്ലിനോട് കൂടി നിങ്ങൾ ജീവിച്ചു കഴിഞ്ഞാൽ ഒരു രാഹു നിങ്ങളെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ചെയ്യേണ്ടത് നിങ്ങളുടെ ആഹാരം, ദിനചര്യ, പിന്നെ ബാഡ് ഹാബിറ്റുകൾ ഒന്നും ചെയ്യാതിരിക്കുക, മദ്യപിക്കുക, അതൊന്നും ചെയ്യാതിരിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ആഗ്രഹം വരുമ്പോഴത്തേക്കും നിങ്ങളുടെ മനസ്സിൽ പറയണം, രാഹുവാണ്, അപ്പോൾ എനിക്കിതൊന്നും ചെയ്യാൻ പാടുള്ളതല്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു നല്ല ദിനചര്യയോടുകൂടി നല്ല ഒരു സ്ട്രിക്റ്റായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലതേ വരികയുള്ളൂ. അടുത്ത 1.5 വർഷം രാഹുവിൻ്റെ ഈ സ്വഭാവം മനസ്സിലാക്കി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് തന്നെ ചേഞ്ചസ് വരുത്താവുന്നതാണ്. രാഹുവിൻ്റെ പ്രഭാവത്താലാണ് ഇങ്ങനെയൊക്കെ തോന്നിപ്പിക്കുന്നതെന്ന ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കണം. അത് ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെ ഈ സമയത്ത് റിസ്ക്കുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക, കെയർഫുള്ളി എല്ലാ കാര്യങ്ങളും ചെയ്യുക. നിങ്ങൾക്ക് ഇപ്പോൾ പാർട്ട്ണർഷിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും നല്ല സമയമല്ല. നിങ്ങൾ അങ്ങനെ പാർട്ട്ണർഷിപ്പും ഉള്ളവരാണെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി മുമ്പോട്ട് പോകുക. രാഹു എന്ന് പറയുന്നത് തലയും കേതു വാലുമാണ്. അപ്പോൾ ഇതൊരു ഷാഡോ പ്ലാനറ്റ് ആണ്. അപ്പോൾ ഈ ഷാഡോ പ്ലാനറ്റിനെ നിങ്ങൾക്ക് തന്നെ അതിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു പവർ നിങ്ങൾ കൊണ്ടുവരണം. അത് നിങ്ങളുടെ ഡെയിലി റുട്ടീൻ കൊണ്ട്, ദിനചര്യ കൊണ്ട് അത് കൊണ്ടുവരേണ്ടതാണ്. അതൊക്കെ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു രാഹുവും ഒരു കേതു ഒരു നാശങ്ങളും ഒരു കഷ്ടതകളും നിങ്ങൾക്ക് തരുവാൻ പോകുന്നില്ല. മെയ് 18-ാം തീയതിയാണ് രാഹുവും കേതുവും ഗോചരം ചെയ്യുന്നത്. കേതു 7-ാം ഹൗസിലോട്ടാണ് വരുന്നത്. അപ്പോൾ 7-ാം ഹൗസ് എന്ന് പറയുന്നത് ദാമ്പത്യത്തിൻ്റെയാണ്. അപ്പോൾ ദാമ്പത്യ സുഖക്കുറവ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് അറിഞ്ഞു വെക്കുകയാണെങ്കിൽ, നിങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ ഭാര്യയും ഭർത്താവും നല്ലതുപോലെ നല്ല മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ അത് പറഞ്ഞ് മനസ്സിലാക്കി പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കി മുമ്പോട്ട് പോവുക. കൂട്ടത്തിൽ 7.5 ശനി 29-ാം തീയതി മാർച്ച് മുതൽ തുടങ്ങിയിരിക്കുകയാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പുവരുത്താം, കഴിഞ്ഞ 2.5 വർഷത്തോളം നിങ്ങൾ അനുഭവിച്ച അത്രയും അനുഭവങ്ങളൊന്നും നിങ്ങൾക്ക് ഇപ്പോൾ ഈ അടുത്ത 2.5 വർഷം വരികയില്ല. ശനിദേവ് പോകുമ്പോൾ നിങ്ങൾക്ക് ആശീർവാദം തന്നിട്ട് മാത്രമേ പോവുകയുള്ളൂ. ശനി എന്ന് പറയുന്നത് നമ്മളെ സൗരയൂഥത്തിലെ ഏറ്റവും പ്രായം കൂടിയ ഒരു പ്ലാനറ്റാണ്. അപ്പോൾ അത് നമുക്ക് പോകുമ്പോഴേക്കും കഷ്ടങ്ങളൊക്കെ ഉണ്ടെങ്കിലും പോകുന്ന സമയത്ത് ശനിദേവ് നമ്മളെ വിട്ട് പോകുന്ന സമയത്ത് നമ്മൾക്ക് ആശീർവാദം തന്നിട്ട് മാത്രമേ പോവുകയുള്ളൂ. അപ്പോൾ ഈ സംഭവിക്കാൻ അടുത്ത 2.5 വർഷം നിങ്ങൾക്ക് നല്ലത് തന്നെ പ്രതീക്ഷിക്കാം. കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ബെറ്ററായിരിക്കും. അപ്പോൾ അടുത്ത 1.5 വർഷത്തേക്ക് കേതു 7th ഹൗസിൽ ഇരിക്കുമ്പോൾ വിവാഹ കാര്യങ്ങളിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കുന്നതാണ് ബെറ്ററായിട്ട് തോന്നുന്നത്. പിന്നെ പാർട്ട്ണർഷിപ്പ് ബിസിനസ് ഒന്നും തുടങ്ങാതിരിക്കുക. അങ്ങനെ നിലവിൽ ഉള്ളവർ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് നല്ല രീതിയിൽ മുമ്പോട്ട് പോവുക. പുതിയ കാര്യങ്ങൾ ഒന്നും ഈ സമയം നിങ്ങൾക്ക് തുടങ്ങുവാൻ നല്ലതല്ല. അതുപോലെ തന്നെ സന്താനങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. സന്താനങ്ങളുടെ എഡ്യൂക്കേഷൻ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു പ്രോബ്ലം വരുമ്പോഴത്തേക്കും അതിനെ നല്ലതുപോലെ മനസ്സിലാക്കി ചിന്തിച്ച് മുമ്പോട്ട് പോവുക. പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യം, വേറെ ഒരാൾ പറയുന്നത് കേട്ട് വേറൊരാളെ അത്രയ്ക്കും അങ്ങോട്ട് വിശ്വസിക്കാൻ പോകരുത്. ആരെങ്കിലും എന്തെങ്കിലും പറയുകയാണെങ്കിൽ അതിനെ അനാലിസിസ് ചെയ്തതിന് ശേഷം അതിൽ പ്രവർത്തിക്കുക. അങ്ങനെ എല്ലാം കണ്ടതും കേട്ടതും എല്ലാം
നിങ്ങൾ ചെയ്യാൻ പോകണ്ട. എല്ലാം മനസ്സിലാക്കി മുതിർന്നവരോടുകൂടി ചോദിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലത് തന്നെ വരും. ഇതിൻ്റെയൊക്കെ ഈ രാഹുവിൻ്റെയും കേതുവിൻ്റെയും ശനിയുടെ എല്ലാ ദോഷങ്ങളിൽ നിന്നും മാറി നിൽക്കാനുള്ള ഒരു ആത്മധൈര്യം നിങ്ങൾക്ക് കിട്ടും. ചെയ്യേണ്ട ഉപായങ്ങൾ എന്തൊക്കെ? ആദ്യമായിട്ട് നിങ്ങൾ തന്നെ നിങ്ങളെ ഒന്ന് ശരിയാക്കുക. നിങ്ങളുടെ ഡെയിലി റുട്ടീൻസ് നല്ലതുപോലെ ഒന്ന് എല്ലാം രാവിലെ എണീക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ എന്തെങ്കിലും ബാഡ് ഹാബിറ്റ് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. നല്ല രീതിയിലൊന്ന് ജീവിച്ചു നോക്കൂ. പിന്നെ നോൺ വെജ് നിങ്ങൾ ഒഴിവാക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. മൈൻഡ് സെറ്റ് കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി മെഡിറ്റേഷൻ, യോഗ, ഡീപ് ബ്രീത്തിങ് എല്ലാം നിങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ ഗണപതിക്ക് കറുകപ്പുല്ല് സമർപ്പിക്കുകയും പിന്നെ നായ്കൾക്ക് ഭക്ഷണം കൊടുക്കുകയും പട്ടികൾക്ക് നിങ്ങൾ എന്നും ഡെയിലി ഭക്ഷണം കൊടുക്കും. ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ പതുക്കെ നിങ്ങളുടെ സാമ്പത്തികവും ദാമ്പത്യവും എല്ലാം മെച്ചപ്പെടും. ഏറ്റവും പ്രധാനപ്പെട്ടത് മാതാപിതാക്കളെ സംരക്ഷിക്കുക. പ്രായമായ മാതാപിതാക്കൾ വീട്ടിൽ ഉണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കുക. അവർ പറയുന്നത് കേട്ട് നിൽക്കുക. ഓക്കെ, അവരുടെ ആശീർവാദം നിങ്ങൾക്ക് എപ്പോഴും വേണം. അതില്ലാതെ നിങ്ങളുടെ ജീവിതത്തിൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷമെങ്കിലും അവർക്കൊരു കോൾ ചെയ്യൂ. ആ കോളിന് വേണ്ടി അവർ വെയിറ്റ് ചെയ്യുകയായിരിക്കും. നിങ്ങൾക്ക് ജന്മം നൽകി, നിങ്ങളെ വലുതാക്കി, പഠിപ്പിച്ച്, ഉദ്യോഗം വാങ്ങിച്ച്, നിങ്ങളാക്കിയ ഈ സ്ഥിതിയിലാക്കിയ ആ മാതാപിതാക്കളെ നിങ്ങൾ ഒരിക്കലും വെറുപ്പിക്കുകയോ മറക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ല. ശങ്കരാചാര്യർ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ശരീരത്തെ മുഴുവൻ ഈ സ്കിന്നും എടുത്ത് ചെരുപ്പുണ്ടാക്കി അമ്മയ്ക്ക് കൊടുത്താലും ആ കടം നിങ്ങൾക്ക് വീട്ടാൻ പറ്റുന്നതല്ല. ആ കടം ഒരിക്കലും ആർക്കും വീട്ടാൻ പറ്റുന്ന അല്ല. അപ്പോൾ അവർ ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് വേണ്ട ആവശ്യങ്ങൾ നിങ്ങൾ കണ്ടറിഞ്ഞൊന്ന് ചെയ്തു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം നല്ലതേ വരികയുള്ളൂ. അവരുടെ ആശീർവാദം എപ്പോഴും നിങ്ങൾക്ക് വേണം. അപ്പോൾ നിങ്ങൾക്ക് ബോറായോ? വീഡിയോ ഇത്രമേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാകുകയാണെന്ന് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ നക്ഷത്രം കമൻറ്റ് ചെയ്യാനും പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കണ്ട. എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഈശ്വരൻ തരട്ടെ. ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ പ്രാർത്ഥനയിൽ എൻ്റെ വ്യൂവേഴ്സിന് എന്നും ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. എല്ലാവരുടെയും കമൻറ്റുകളൊക്കെ ഞാൻ വായിക്കുന്നുണ്ട്. എനിക്കും ഓരോരുത്തരുടെയൊക്കെ കമൻറ്റ് കാണുമ്പോൾ ഭയങ്കര സങ്കടം വരും. ഞാനും പൂജ ചെയ്യുമ്പോഴും നിങ്ങളുടെ കാര്യങ്ങളെല്ലാം പറയാറുണ്ട്. ഇപ്പോൾ എൻ്റെ കൂട്ടത്തിൽ നിങ്ങളും എൻ്റെ പൂജയുടെ ഒരു ഭാഗമായിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും സുഖമായിട്ടിരിക്കുക. സ്റ്റേ ബ്ലെസ്ഡ്.